TV പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. കന്നിമാസത്തിൽ കർത്തവാവ് കഴിഞ്ഞ അടുത്ത ദിവസം പ്രഥമ മുതലാണ് സാധാരണ നവരാത്രി ആഘോഷിക്കുന്നത്. 9 ദിവസം കൊണ്ടുള്ള ആ ദേവി ആരാധനയാണ് നവരാത്രി എന്ന് പറയുന്ന കാര്യം. മഹിഷാസുരനെ വധിക്കുക എന്നുള്ളതാണ് നവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്നാണ് പറയപ്പെടുന്നത്. ഈ നവരാത്രി കാലങ്ങളിൽ ധാരാളം ദേവീസ്തോത്രങ്ങൾ ആരാധനകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദേവി മഹാത്മ്യം. എന്താണ് ദേവി മഹാത്മ്യം ചോദിച്ചാൽ, മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ശിഷ്യനായ ക്രോഷ്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി മഹാത്മ്യം. മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ളത്. ഏതൊരു കാര്യം പറയണമെങ്കിലും ഒരു കഥാരൂപമായി പറഞ്ഞാൽ അത് ആളുകൾക്ക് വളരെ മനസ്സിലാകും എന്നുള്ള രീതിയിൽ ഒരു സുരതൻ്റെയും ഒരു സമാധി എന്നൊരു വൈശ്യൻ്റെയും ഒരു കഥയായിട്ടാണ് ഇത് തുടങ്ങുന്നത്. എന്താണ് ഈ ദേവി മഹാത്മ്യം ചോദിച്ചാൽ, സാധാരണ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും 3 ഗുണങ്ങളോട് കൂടിയതാണ്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളോട് കൂടിയത്. ഈ 3 ഗുണങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിർഗുണമായ പരബ്രഹ്മത്തെ നമുക്ക് അടയാൻ സാധിക്കുകയുള്ളൂ. അതാണ് മോക്ഷപ്രാപ്തി. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം മോക്ഷം, അതാണ് ശരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ. ആരുടെ മനസ്സിൽ നിന്നാണോ മോഹമില്ലാതാകുന്നത് അവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ മനസ്സിൽ നിന്നും മോഹങ്ങൾ കുറച്ചായിട്ട് ഇല്ലാതാവും. കാലക്രമേണ തീർച്ചയായിട്ടും ആകും. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും താല്പര്യം. ഈ ദേവി മഹാത്മ്യത്തിനെ തന്നെ 12ാമത്തെ അധ്യായത്തിൽ ദേവി തന്നെ പറയുന്നു. നമ്മുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള ഹോമങ്ങൾ, ജപങ്ങൾ, യജ്ഞങ്ങൾ ഇതെല്ലാം അഹോരാത്രം 24 മണിക്കൂറും 365 ദിവസവും ഒരു സംവത്സരം മുഴുവൻ ചെയ്താൽ എന്ത് ഫലം കിട്ടുമോ, എത്ര ഞാൻ സംപ്രീതയാവുമോ ആ പ്രീതി ഒരു പ്രാവശ്യം ദേവി മഹാത്മ്യം ഉച്ചരിക്കുന്നത് കേട്ടാൽ മതി. സകൃതുച്ചരിതേ ശ്രുതേ, ഈ ദേവിയുടെ വാക്കാണത്. അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ദേവി മഹാത്മ്യം. ഈ ദേവി മഹാത്മ്യത്തിൽ സാധാരണ ഏത് പുരാണങ്ങൾ എടുത്താലും അസുരനെ വധം ചെയ്തു. ഈ ആരാണ് ഈ അസുരൻ എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മളൊക്കെ കഥകളായി കേൾക്കും. 7 അടി പൊക്കം 4 അടി വീതി, വലിയ ദംഷ്ടങ്ങളൊക്കെ ഉള്ള നരഭോജിയാണ്, ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കഥയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഈ അസുരൻ ദേവൻ എന്ന് പറയുന്നതൊന്നും വേറെ ആരുമല്ല, എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള നല്ല ഗുണങ്ങൾ ദേവന്മാർ, ചീത്ത ഗുണങ്ങൾ അസുരന്മാർ. എല്ലാ മനുഷ്യ ശരീരത്തിലും എല്ലാ രക്തത്തിലും ഊറിയ 14 ദുർഗുണങ്ങളുണ്ട്. കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം, ലംബം, ദർപ്പം, ഈർഷ, അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം. ഈ 14 ഗുണങ്ങളെയും ഇല്ലാതാക്കിയാൽ മാത്രമേ നിർഗുണമായ പരബ്രഹ്മത്തിനോട് ജീവബ്രഹ്മയ്ക്ക് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാ പുരാണ ഇതിഹാസങ്ങളുടെയും ഇതിവൃത്തമായിട്ട് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ തമോ ഗുണത്തെ ഇല്ലാതാക്കുന്നതാണ് മഹിഷാസുരവധം, രജോ ഗുണത്തെ ഇല്ലാതാക്കുന്നതാണ് രക്തബീജവധം, അതേപോലെ സത്വഗുണത്തെ ഇല്ലാതാക്കുന്നതാണ് സുമ്മനുസുമ്മന്മാരുടെ വധം. ഈ 3 അസുരന്മാരാണ് പ്രധാനമായിട്ടും ഇവിടെ വധിക്കപ്പെടുന്നതായി ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ, സ്വാരോചിഷ മനുവിൻ്റെ കാലത്ത് സുരതന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളെല്ലാം സ്വന്തം രക്തത്തിൽ സ്വന്തം ഭാര്യയുടെ ഉദരത്തിൽ ജനിച്ച കുട്ടികളെപ്പോലെ നോക്കിയിരുന്നു. ഔരസാൻ പുത്രാൻ എന്നതിൽ വർണ്ണിക്കുന്നുണ്ട്. 14 വിധമായ പുത്രന്മാരുണ്ട്. ആ 14 വിധത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഔരസപുത്രൻ. ഔരസപുത്രൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചോരയിൽ തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ജനിച്ച കുട്ടി. എത്രത്തോളം ആ കുട്ടിയെ ഒരച്ഛൻ വാത്സല്യത്തോടെ വളർത്തുമോ അതേപോലെ ജനങ്ങളെയെല്ലാം വാത്സല്യത്തോടെ വളർത്തിയിരുന്ന ഒരു ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു സുരത മഹാരാജാവ്. അദ്ദേഹം ക്ഷത്രിയധർമ്മം അനുസരിച്ച് 5 വിധമായ ഭയം ഒരു ക്ഷത്രിയന് പാടില്ല. മൃഗഭയം, ചോരഭയം, ശത്രുഭയം, മരണഭയം, ആയുധഭയം. ഇങ്ങനെ മൃഗഭയം ഇല്ലാതാക്കാനാണ് രാജാക്കന്മാരെല്ലാം വേട്ടയാടാൻ പോയി എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കഥകളായിട്ട്. അങ്ങനെ സുരത മഹാരാജാവ് വേട്ടയാടാൻ പോവുകയും ഒരു പന്നിയെ വേട്ടയാടുകയും ചെയ്യും.
ഈ രാജാവിൻ്റെ അമ്പ് കൊണ്ട ആ പന്നി പ്രാണരക്ഷാർത്ഥം ഓടുകയും നാമമാത്രമായിട്ടുള്ള ചില രാജാക്കന്മാർ വിരിച്ച വലയിൽ ഈ പന്നി ചെന്ന് വീഴുകയും ചെയ്യും. അമ്പ് ചെയ്തത് ഞാനാണെന്ന് സുരത മഹാരാജാവും വീണത് ഞങ്ങളുടെ വലയിലായതുകൊണ്ട് ഈ പന്നിക്ക് സ്വന്തം ഞങ്ങളാണെന്നും ആ രാജാക്കന്മാരും തമ്മിൽ വാക്കുതർക്കമായി. വാക്കുതർക്കം മൂത്ത് ക്ഷത്രിയരല്ലേ യുദ്ധം പ്രഖ്യാപിച്ചു. രണ്ടുപേരും നമ്മൾ യുദ്ധം ചെയ്തു. ആയുധബലത്തിലും സൈന്യബലത്തിലും അതിബലശാലിയായ സുരത മഹാരാജാവ് ദൈവാനുകൂല്യമില്ലാത്ത കാരണത്താൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഇതാണ് ദേവി മഹാത്മ്യത്തിൻ്റെ കഥയുടെ ഇതിവൃത്തം. ഇപ്പോൾ ദൈവാനുകൂലമില്ലാതെ കാരണത്താൽ എന്ന് പറഞ്ഞാൽ ഉടനെ ദൈവകോപം എന്ന് ആളുകൾ പറയും. ദയവ് ചെയ്ത് ദൈവകോപം എന്നുള്ളൊരു വാക്ക് ആരും വിശ്വസിക്കരുത്. ഒരു ദൈവവും കോപിക്കില്ല. കോപിക്കാൻ ദൈവത്തിന് അറിയില്ല എന്ന് തന്നെ പറയാം. സർവജ്ഞനാണ് ദൈവം, പക്ഷെ കോപിക്കാൻ അറിയില്ല. പ്രത്യേകിച്ചും ദേവി. ശ്രീമാത്രേ നമഃ എന്നാണ് ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത്. അമ്മയെന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അമ്മയാണ് ദേവി. ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ ദേവിയെ നമ്മൾ ആരാധിക്കുന്നത്. ഒരമ്മയും കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുമോ? ഇല്ല. അപ്പോൾ എന്താണ് ദൈവാനുകൂലമില്ലാത്ത കാരണത്താൽ എന്ന് ചോദിച്ചാൽ പുണ്യാപുണ്യഫലപ്രദായ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഒരു പദമുണ്ട്. പുണ്യത്തിനും അപുണ്യത്തിനും ഫലമുണ്ടാവും. പുണ്യത്തിൻ്റെ ഫലം നമുക്ക് എന്തെല്ലാം ഫേവറായിട്ട് വരുന്നോ അത് എളുപ്പത്തിൽ പറയാം. അപുണ്യത്തിൻ്റെ ഫലം നമുക്കെല്ലാം അൺഫേവറായിട്ട് വരുന്നു അതല്ല. നല്ല സുഖമായ ജീവിതം, ആരോഗ്യമായ ജീവിതം, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ഭർത്താവ്, എല്ലാം സന്തോഷകരമായ ജീവിതമെല്ലാം പുണ്യത്തിൻ്റെ ഫലം. അതല്ലാതെ മനസ്സിന് ശരീരമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, ഇതെല്ലാം പാപത്തിൻ്റെ ഫലം എന്നർത്ഥം. ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇതിനൊന്നും ആരും റെസ്പോൺസിബിൾ അല്ല. അപ്പോൾ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ പാപത്തിൻ്റെ ഫലം കുറുക്കെ വന്ന് നിൽക്കും. അതാണ് കൂടുതൽ ഭക്തി കാണിക്കുന്നവർക്ക് പ്രയാസങ്ങൾ ധാരാളം വരുന്നത്. ഒരുപാട് പേരുടെ മനസ്സിൽ ചോദ്യമുണ്ടാകും. എന്ന് ഞാൻ അമ്പലത്തിൽ പോകുന്നു, എന്ന് ഞാൻ വഴിപെടുന്നു, നാരായണീയം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, സപ്താഹം പോകുന്നു, എന്നിട്ടും എനിക്ക് അസുഖം വരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ പുണ്യം അനുഭവിക്കാൻ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ നമ്മുടെ പാപം ഇല്ലാതാകണം. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കേണ്ട EMI അടയ്ക്കുന്നത് പോലെ മനസ്സിലാക്കിയാൽ മതി. 10,000 രൂപ കടം വാങ്ങി 1000 രൂപ അടച്ചാൽ പിന്നെ ബാക്കി 1000 രൂപ കുറഞ്ഞില്ലേ? അതേപോലെ ഓരോ കഷ്ടങ്ങൾ വരുമ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു താല്പര്യം. അതാണ് ഈ ഈശ്വരാരാധനയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം. ആ കഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി, ശാരീരിക ഭദ്രത, മാനസിക ദൃഢത, ഇതെല്ലാം നമുക്ക് കിട്ടും താല്പര്യം. കാരണം എന്താ? കമുകറയുടെ വാക്കുകൾ എല്ലാവരും കേട്ട് കാണും. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. മറ്റു സ്വന്തങ്ങൾ, ബന്ധങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷേ ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നമ്മളെ വിട്ടു പോകും, നമ്മൾ അതിനെ വിട്ടു പോകണം. പക്ഷേ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുമുള്ളത്. ആ ഈശ്വര വിചാരത്തോടെ ഇരിക്കുന്നവന് തീർച്ചയായിട്ടും ഈ 14 ദുർഗുണങ്ങൾ ഇല്ലാതാക്കി നമുക്ക് പോകാൻ സാധിക്കും താല്പര്യം. അങ്ങനെ ഗുണങ്ങളെ ഇല്ലാതാക്കി തമോ ഗുണം, രജോ ഗുണം, സത്വഗുണങ്ങളെ ഇല്ലാതാക്കുന്നതായിട്ടാണ് ഈ കഥ വരുന്നത്. ആ രീതിയിൽ മഹാരാജാവ് യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചു. വളരെ പ്രയാസത്തോടുകൂടി കൊട്ടാരത്തിൽ വന്ന് കേവലം ഒരു പന്നിയെപ്പോലും വീണ്ടെടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമത്തോടുകൂടി ഇരുന്നു. അപ്പോൾ ദൈവാനുകൂല്യം എന്താ കാരണത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരത മഹാരാജാവിന് ഭാഗ്യമായ കാര്യങ്ങൾ വരാനുണ്ട്. അതിനുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം വനത്തിൽ പോകണം. അതാണ് ആ ദൈവാനുകൂല്യമില്ലാത്ത കാരണത്താൽ ആ ചെറിയ ഒരു പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട സമയം നിർത്തം. ഇത് മനസ്സിലാക്കി മറ്റു രാജാക്കന്മാരെല്ലാം നോക്കി കേവലം ഒരു പന്നിയെ വീണ്ടെടുക്കാൻ പറ്റാത്ത മഹാരാജാവിന് ചക്രവർത്തി പദം എന്തിന് എന്നുദ്ദേശിച്ച് അവർ കൊട്ടാരത്തിലുള്ള ഭൃത്യന്മാർ, സാധാരണ എല്ലാ രാജാക്കന്മാർക്കും 3 വിധമായ ഭൃത്യന്മാർ കാണും. രാജാക്കന്മാർക്ക് മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് മരിക്കാൻ പോലും തയ്യാറായി രാജാവിന് വേണ്ടി ഇരിക്കുന്ന ഭൃത്യന്മാർ. സെക്കൻഡ് സ്റ്റേജിലുള്ളവരെങ്ങനെയെന്ന് വെച്ചാൽ അവരവരുടെ കാര്യം നോക്കും. അവർക്ക് വലിയ പ്രീതിയുമില്ല, വലിയ ബുദ്ധിമുട്ടുമില്ല. മൂന്നാമത്തവരങ്ങനെയല്ല. ജാളറാടിച്ച കൂടെയേ നടക്കും, പക്ഷേ സമയം കിട്ടുമ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാലുവാരും. ഇതുപോലുള്ള ഭൃത്യൻ സുരത മഹാരാജാവിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പുരാണ ഇതിഹാസങ്ങളിലുണ്ട് ഇങ്ങനത്തെ ആളുകളെല്ലാം. അവരെ കൂട്ടുപിടിച്ച്
ഈ രാജ്യം കൈക്കലാക്കി ഈ രാജാവിനെ ഒരു കുതിരപ്പുറത്ത് കയറി നായാട്ടിന് വിടുന്ന പോലെ കാട്ടിൽ വിട്ടു. പക്ഷേ നല്ലൊരു ധർമ്മിഷ്ഠനായ രാജാവായതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും കാട്ടിൽ അനുഭവിക്കാതെ ആ സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ പോയി ഇരുന്നു ഈ സുരത മഹാരാജാവ്. ഇത് ദേവീമഹാത്മ്യത്തിലെ പ്രഥമ അധ്യായത്തിൽ വരുന്ന കഥയാണതെല്ലാം. അങ്ങനെ കുറച്ച് നാൾ ആശ്രമത്തിലിരുന്നു. ഒരു ദിവസം നോക്കി എല്ലാം മറന്ന് ആ ഈശ്വര വിചാരത്തിൽ മുഴുകി ആശ്രമത്തിൽ നിന്ന് കഴിഞ്ഞ സുരത മഹാരാജാവ് ആശ്രമത്തെ ഒന്ന് ചുറ്റിക്കാണാനായിട്ട് പുറത്തിറങ്ങുകയും അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു പൂന്തോട്ടം കാണുകയും ചെയ്തു. ആ പൂന്തോട്ടം കണ്ടപ്പോൾ മഹാരാജാവിന് തോന്നി, ഇതുപോലെ ഒരു നല്ല പൂന്തോട്ടം എൻ്റെ രാജ്യത്തിനും ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്ത വരികയും ആ ചിന്ത ഓരോന്നായി ഇങ്ങനെ പല പല കാര്യങ്ങളിൽ പോയി അത് പൂന്തോട്ടത്തിൽ നിന്നും രാജ്യത്തിലായി, രാജ്യത്തിൽ നിന്നും ഭാര്യയിലായി, ഭാര്യയിൽ നിന്നും മക്കളിലായി, മക്കളിൽ നിന്ന് ഖജനാവിലായി, ഇങ്ങനെ ഓരോന്നും വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ വിചാരിക്കുന്തോറും ദുഃഖമാണെന്നറിഞ്ഞാലും അത് വിചാരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ആ പൂന്തോട്ടത്തിൽ വേറൊരാൾ നടന്നു വരികയാണ്. വളരെ മനോവിഷമത്തോടു കൂടി ഒരാൾ നടന്നു വരുന്നു. കണ്ട മാത്രയിൽ തന്നെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമാധി എന്ന് പറഞ്ഞൊരു വൈശ്യനാണ്. നല്ല ശ്രദ്ധിച്ചോളണം, സുരതൻ മഹാരാജാവ്, സമാധി വൈശ്യൻ, അത് ക്ഷത്രിയൻ, ഇത് വൈശ്യൻ. സമാധി പറഞ്ഞു, ഞാൻ ഒരുപാട് ധനം സമ്പാദിച്ചു. എൻ്റെ ധനം മുഴുവൻ എൻ്റെ ഭാര്യയും മക്കളും അപഹരിച്ച് എന്നെ ഒരു തൂണിൽ കെട്ടിവെച്ച് അവർ എന്നെ ഉപദ്രവിച്ചു. വളരെ ആപ്ത ബന്ധുക്കളായ ചിലർ എന്നെ രക്ഷിക്കാനായിട്ട് എന്നെ കാട്ടിൽ വിട്ടുകയും ഞാൻ വരികയും ചെയ്തു. പക്ഷേ ഭാര്യയാണെന്നുള്ള സ്നേഹം കാണിക്കാനുള്ള യോഗ്യത ഭാര്യയ്ക്കില്ലെങ്കിലും, അച്ഛനോട് മകൻ്റെ സ്നേഹം വേണമെന്നുള്ള ഒരു യോഗ്യത മകനില്ലെങ്കിലും, എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാര്യയോ മക്കളെയോ എനിക്ക് വെറുക്കാൻ സാധിക്കുന്നില്ല. നിഷ്ഠുരതാം മനഃ, എൻ്റെ മനസ്സ് നിഷ്ഠുരമാകുന്നില്ല. അതുകൊണ്ട് അങ്ങേപ്പോലെ ഒരു വ്യക്തിക്ക് അത് പറയാൻ സാധിക്കുള്ളൂ എന്ന് ചോദിക്കുകയും മഹാരാജാവ് പറഞ്ഞു, എൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. മഹാരാജാവ് അങ്ങനെ ദുഃഖിച്ച് കഴിയുകയല്ലേ. അപ്പോൾ എന്താണ് ഈ ദുഃഖത്തിന് കാരണം? ഏതൊരു കാര്യം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ദുഃഖം വരുമോ കഷ്ടം വരുമോ വീണ്ടും വീണ്ടും അതിനെ തന്നെ ചിന്തിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഇത് ഉയർന്ന രീതിയിലുള്ള ചിന്തയുള്ള ഒരാൾക്ക് മാത്രമേ ഇതിന് മറുപടി വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതുവരെ എല്ലാവരും കൂടി സുമേധസ് മഹർഷിയോട് പോയി പറയും. വളരെ ചുരുക്കമായിട്ട് വളരെ കാര്യമായിട്ട് ഈ ദേവീമഹാത്മ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ശ്ലോകങ്ങളായിട്ട് നോക്കുമ്പോൾ ഒരു പ്രധാന വ്യക്തിയുടെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണോ അത് മാത്രം പറയണം. അവരുടെ സമയം മെനക്കെടുത്താനോ അവർക്ക് നിരസത ഉണ്ടാകുന്നോ അല്ലാത്ത രീതിയിൽ കാര്യമായിട്ട് പറഞ്ഞു. എൻ്റെ പേര് സുരതൻ രാജാവാണ്, ഞാനിങ്ങനെ നായാട്ടിന് പോയി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സമാധിയുടെ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിൽ ഈ ഏതൊരു വിചാരമാണോ നമ്മളെ ദുഃഖത്തിൽ ഉണ്ടാക്കുന്നത് ആ വിചാരത്തിന് മറക്കാൻ സാധിക്കുന്നില്ല. കാരണമെന്ത്? ഒറ്റയടിക്ക് പറയാനേ ഉള്ളൂ. പക്ഷേ ആ മഹർഷി ഇവർക്കത് ഇവരുടെ മനസ്സിനെ ശരിയാക്കി ആ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിയിൽ അവർ പറഞ്ഞു. സാധാരണ എല്ലാ മനുഷ്യരും വിചാരിക്കും ഞാനാണ് മിടുക്കനെന്ന്. പക്ഷേ മനുഷ്യരെക്കാളും വളരെ ബുദ്ധിയുള്ളതാണ് മൃഗങ്ങളും പക്ഷികളും. കാരണം മനുഷ്യൻ ഏത് കാര്യം ചെയ്താലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചേ ചെയ്യുകയുള്ളൂ. പക്ഷേ പക്ഷികൾ അങ്ങനെയല്ല. ഒരു പക്ഷിയുടെ കൊക്കിൽ ആഹാരം കിട്ടിയാൽ അത് കഴിച്ചാൽ വിശപ്പടങ്ങുന്ന പക്ഷിക്ക് അറിയാം. പക്ഷെ എന്നാൽ എന്ത് ചെയ്യും? കൂട്ടിലുള്ള തൻ്റെ കുഞ്ഞിന് കൊണ്ടുപോയി അത് ഊട്ടിക്കൊടുക്കും. ചിറക് മുളച്ചാൽ അത് പറന്നു പോകും എന്നുള്ളത് പക്ഷികൾക്കറിയാം. നമ്മളെപ്പോലെ ജ്യേഷ്ഠൻ, അച്ഛൻ, ഭാര്യ, ഭർത്താവ് എന്നുള്ള റിലേഷനൊന്നും പക്ഷികൾക്കില്ല. എങ്കിലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതാണ് പക്ഷി ഊട്ടുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. കണമോക്ഷ ധൃതാൻ മോഹാൻ പീഡ്യമാനാൻ അഭിക്ഷുത ലോപാത് പ്രത്യുപകാരായ നന്വേദാം കിംന പശ്യസി. എന്ത് കാര്യം ചെയ്താലും പറയും എനിക്കവനൊന്നും ചെയ്യേണ്ട, അവൻ്റെ കാര്യം നോക്കിയാൽ മതി. എപ്പോൾ? ആരോഗ്യമായി ഇരിക്കുന്നത് വരെ. അനാരോഗ്യമായി താഴെ കിടക്കേണ്ട സ്ഥിതി വന്നു പോയാൽ അപ്പോൾ പറയും എത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ടു അവന് വേണ്ടി, എന്തെല്ലാം ചെയ്തു, ഒരു ദിവസം വന്ന് നോക്കിക്കൂടെ, ഒരു പ്രാവശ്യം വന്ന് നോക്കിക്കൂടെ. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയെ വളർത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വയസ്സുകാലത്ത് എന്നെ ഇവൻ സഹായിക്കുന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണ് അതിന് കാരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ഇത് മായ കാരണമാണ് മമത, ഞാൻ എൻ്റേത് എന്നുള്ള തോന്നൽ. ഉടൻ രാജാവ് ചോദിക്കും ആരാണ് ഈ മായ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഇതിനെല്ലാം മായയിലാക്കി നമ്മളെല്ലാം മായയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇതെല്ലാം നമ്മളെ കൊണ്ട് അനുഭവിപ്പിച്ച് ഒരു സ്റ്റേജ് വരെ കഴിഞ്ഞാൽ ഈ മായയാണെന്ന് മനസ്സിലാക്കി ഇതിലൊരു വെറുപ്പുണ്ടാക്കി നമുക്ക് മായയ്ക്ക് അതീതമായ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ചെയ്യും. ഉടനെ രാജാവ് ചോദിക്കും എന്തിനാണ് ഈ മായ ഇങ്ങനെ ചെയ്യുന്നത്, ദേവി ചെയ്യുന്നത്? ആരാണ് ഈ മായ? അത് യോനിജയ അയോനിജയ
പറയും എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മഹാമായ പ്രഭാവേണ സംസാര സ്ഥിതികാരിണ. ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ മായ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ എൻ്റേതെന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുകയാണെങ്കിലോ മായ ഇല്ലാതിരിക്കുകയാണെങ്കിലോ കാമമില്ലാതിരിക്കുകയാണെങ്കിലോ പ്രജോൽപത്തിയോ അടുത്ത വംശാഭിവൃദ്ധിയോ ലോകമോ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ഇത് ഞങ്ങൾ മാത്രമല്ല, സാക്ഷാത് മഹാവിഷ്ണുവിനെ പോലും ഈ മായ തൻ്റെ നിധീനത്തിലാക്കി. കാരണം നിദ്രാദേവിക്കൊരാഗ്രഹം, എല്ലാവരും നിദ്രയിലാക്കി പരബ്രഹ്മത്തെ മാത്രം നിദ്രയിലാക്കാൻ സാധിക്കുന്നില്ല. പരബ്രഹ്മ നിദ്രയിലായ ലോകം അവസ്തമിക്കില്ലേ? അപ്പോൾ മഹാവിഷ്ണു പറയും കൽപ്പാണ്ട കാലത്ത്, കൽപ്പാണ്ടം എന്ന് പറഞ്ഞാൽ 4 യുഗം, ത്രേതായുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തിൻ്റെ അവസാനം 4,32,000 മനുഷ്യവർഷമാണ് കലിയുഗം. അത് 5,700 കഴിഞ്ഞു എന്നാണ് കണക്ക് പറയുന്നത്. ഇനി ബാക്കിയുണ്ട്. 4,32,000 മൈനസ് 5,700, അത്രയും വർഷം കഴിയുമ്പോൾ എല്ലാ സമുദ്രവും ഒരേ സമയം ഉയരും. ഈ അണ്ടചരാചരങ്ങളും ജലത്തിനടിയിലാവും. അതാണ് മഹാപ്രളയം, കലികാലത്തിൻ്റെ അവസാനം. ആ സമയത്തെ അനന്തനെ മെത്തയാക്കിക്കൊണ്ട് അതിൽ യോഗനിദ്ര ചെയ്യുന്നതാണ് മഹാവിഷ്ണു. അതാണ് ശ്രീ പത്മനാഭൻ യോഗനിദ്രയിലിരിക്കുന്നു തിരുവനന്തപുരത്ത്. ആ സമയത്ത് നിൻ്റെ ആഗ്രഹം സാധിച്ചോ എന്ന് പറയുകയും ആ നിദ്രാദേവി വന്ന് മഹാവിഷ്ണുവിനെ നിദ്രാക്കി. നോക്കൂ, സാധാരണ മനുഷ്യരെ മാത്രമല്ല മഹാവിഷ്ണുവിനെ പോലും നിദ്രയിലാക്കാൻ കഴിവുള്ളവളാണ് ഈ മായ. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കർണമലത്തിൽ നിന്നും 2 അസുരന്മാർ വരികയും മധു കൈടബൻ എന്ന അസുരന്മാർ വരികയും അവർ വന്നത് നോക്കിയപ്പോൾ ആ പത്മനാഭൻ്റെ നാഭിയിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമര വരികയും ആ താമരയിൽ ബ്രഹ്മദേവൻ ഇരിക്കുന്നത് കണ്ടു. ഉടനെ അസുരന്മാർ ചോദിച്ചു, ആരാണ് ഈ താമരപ്പുറത്തിരിക്കുന്നത്? ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത എന്താണ് നിനക്കുള്ളത്? ഞങ്ങളോട് യുദ്ധം ചെയ്യും. അസുരന്മാരല്ലേ, യുദ്ധം കൊതിയന്മാരാണ്. ബ്രഹ്മദേവൻ പറയും, ബ്രഹ്മദേവന് യുദ്ധം ചെയ്യാൻ അറിയില്ല. നോക്കുമ്പോൾ മഹാവിഷ്ണുവാണെങ്കിൽ യോഗനിദ്രയിൽ, മഹാവിഷ്ണുവിന് മാത്രമേ യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കും. അതാണ് മുതൽ അധ്യായത്തിൽ ബ്രഹ്മസ്തുതി വളരെ വിശേഷമായി പറയുന്ന ഒന്നാണത്. എല്ലാം പറയും, ത്വം സ്വാഹ ത്വം സ്വദാത്വമികി വഷട്കാര സ്വദാത്മിക. എല്ലാ ജീവജാലങ്ങളിലും ശക്തിയായിരിക്കുന്ന ദേവി, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ രക്ഷിച്ചാലും എന്ന് പറയുകയും ബ്രഹ്മദേവൻ്റെ സ്തുതി ഒരുപാടുണ്ട്. ആ ശ്ലോകങ്ങളെല്ലാം ബ്രഹ്മദേവൻ്റെ സ്തുതി അനുസരിച്ച് ദേവി പതുക്കെ പതുക്കെ ആ വിഷ്ണുവിൽ നിന്നും അകന്നു വരികയും ബ്രഹ്മദേവൻ പറയും, ആരെങ്കിലും മായയിലാക്കണമെന്നല്ലേ ഉള്ളൂ, മതകയുടെ ബലം മായയിലാക്കിക്കൊള്ളൂ, എങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുകയും അങ്ങനെ ഈ ദേവി മധുകേടവന്മാരെ മായയിലാക്കുകയും ചെയ്യും. നിദ്രയിൽ നിന്ന് ഉണർന്ന മഹാവിഷ്ണു നോക്കുമ്പോൾ ബ്രഹ്മദേവൻ ഭയന്നിരിക്കുകയാണ്. എന്താണ് കാര്യം ചോദിക്കുമ്പോൾ മധുകേടബലൻ്റെ കാര്യം പറയും. പേടിക്കേണ്ട, അവരെ ഞാൻ വധം ചെയ്തോളാം എന്ന് പറയും. 2 പേരും തമ്മിൽ ഭയങ്കരമായ യുദ്ധം. 5000 വർഷം, പഞ്ചവർഷ സഹസ്രാണി എന്ന് പറയുന്ന 5000 വർഷം യുദ്ധം നടന്നു മധുകൈടബാളും മഹാവിഷ്ണുവും തമ്മിൽ. യാതൊരു വിധത്തിലും മഹാവിഷ്ണുവിനെ തോൽപ്പിക്കാൻ മധുകൈടവർക്കോ മധുകൈടവനെ തോൽപ്പിക്കാൻ മഹാവിഷ്ണുവിനോ സാധിച്ചില്ല. അവസാനം മഹാവിഷ്ണുവിന് മനസ്സിലായി, എന്തോ ഇതിനകത്ത് ഒരു വരം ഇവർ മേടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും യുദ്ധം ചെയ്തിട്ടും 5000 വർഷം യുദ്ധം ചെയ്തിട്ടും അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ മഹാവിഷ്ണു പറയും, മധുകൈടബ, നിങ്ങൾ 2 പേരും മാറി മാറി വന്ന് യുദ്ധം ചെയ്യുന്നു. മധു യുദ്ധം ചെയ്യുമ്പോൾ കൈടവൻ വിശ്രമിക്കും, കൈടവൻ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ മധു വിശ്രമിക്കും. പക്ഷേ ഇങ്ങത്തലയ്ക്കലോ മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്പം വിശ്രമിക്കാനുള്ള സമയം തരണം എന്ന് ചോദിക്കുകയും ആ വിശ്രമ സമയത്ത് അദ്ദേഹം മനസ്സുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കും. അപ്പോൾ ദേവി പറയും, അവർ സ്വച്ഛന്ത മൃത്യു വരം വാങ്ങിയവരാണ്. സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ അവർ തന്നെ സമ്മതിക്കണം അവരെ വധിക്കാൻ, എങ്കിൽ മാത്രമേ അവരെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവി പറയും, ഞാൻ മായയിൽ വരെ മോഹിപ്പിച്ച് അവരെ വധിക്കാനുള്ള വരം നൽകാനുള്ള വഴി ഞാൻ ചെയ്യാം, അതിൻ്റെ രീതിയിൽ അവരുമായി യുദ്ധം ചെയ്തോളൂ എന്ന് പറയും. ഉടനെ മഹാവിഷ്ണു തിരിച്ചു വന്ന് മധുകൈടബയോട് പറയും, ഞാൻ എത്രയോ അസുരന്മാരുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളെപ്പോലെ അസുരന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കൊല്ലം യുദ്ധം ചെയ്തിട്ടും തളരാതിരിക്കുന്ന നിങ്ങളുടെ യുദ്ധത്തിലും നിങ്ങളുടെ ബലത്തിലും ഞാൻ അതീവ സന്തുഷ്ടനായി, എന്ത് വരം വേണം എന്ന് ചോദിച്ചു മഹാവിഷ്ണു. ആ സമയത്ത് ആ നിദ്രാദേവി ദേവി സ്വരൂപത്തിൽ ഈ മധുകൈടവരെ മായയിൽ ആഴ്ത്തിട്ട് അവർക്ക് ദർശനം കൊടുക്കുകയാണ്. അപ്പോൾ അത് ദേവിയാണെന്നൊന്നും ഇവർക്കറിയില്ല, കാരണം മായയിലിരിക്കുകയല്ലേ. ആ ദേവി സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് വരം വേണമെന്ന് ചോദിച്ചാൽ ഇവർ മോശക്കാരാവില്ലേ? ഇവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വരമൊന്നും തരണ്ട, ഞാൻ നിങ്ങൾക്ക് വരം തരാം, എന്ത് വരം വേണം ചോദിച്ചോളൂ.
അതാണല്ലോ നമ്മുടെ ആവശ്യം. അവരുടെ വായിൽ നിന്നും ഒരു വരം വാങ്ങിച്ചാൽ ചോദിച്ചത് കൊടുത്തല്ലേ പറ്റൂ. വരം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ്. മഹാവിഷ്ണു പറയും, യുദ്ധഭൂമിയിൽ ഒരു യോദ്ധാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് നിങ്ങളെ ജയിക്കണം, നിങ്ങളെ വധിക്കാനുള്ള ഒരു വരം എനിക്ക് നൽകണം. ഒട്ടും പ്രതീക്ഷിച്ചില്ല മധുകേടമാർ. വഞ്ചിതാഭ്യാമിതി തഥാ എന്ന് പറയുന്നു. വഞ്ചിക്കപ്പെട്ടല്ലോ, അറിയാതെ കൊണ്ട് തലവെച്ച് കൊടുത്തില്ലേ. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കി എന്തെങ്കിലും ചെയ്യണം. നോക്കിയപ്പോൾ ലോകം മുഴുവൻ സമുദ്രത്തിലിരിക്കുകയാണ്, വേറെ ഒന്നും കാണാനില്ല. ഉടനെ ഇവർ പറഞ്ഞു, ജലസ്പർശമേക്കാത്ത ഭൂമിയിൽ വെച്ച് ഞങ്ങളെ വധിച്ചോളൂ. മഹാവിഷ്ണു പറഞ്ഞു ശരി എന്ന് പറയും. അങ്ങനെ തൻ്റെ ഇടത് തൊടിയെ ഉയർത്തുകയും ആ ഇടത് തൊടിയിൽ നിന്നാണ് ഭൂമിദേവി ഉണ്ടായതെന്നാണ് സങ്കല്പം. അങ്ങനെ മധുകയുടെ വാൾ അവിടെ വച്ച് തൻ്റെ ചക്രായുധത്താൽ അവരെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ മധുകയുടെ വാളുടെ വധം നടന്നതായിട്ടാണ് ആദ്യത്തെ വരുന്നത്. ഇത് കഥ. മധുകൈടബൻ ആരാണ്? ഈ കഥ മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. എന്നോ ഒരു അസുരനെ ദേവി വധിച്ചു, പിന്നെ എന്തിനാണ് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ? അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള രാഗം, ദ്വേഷം, ഇതാണ് മധുകൈടബൻ. രാഗം എന്ന് പറഞ്ഞാൽ സംഗീതത്തിലുള്ള രാഗമല്ല, അറ്റാച്ച്മെൻറ്റ്, ഞാൻ എൻ്റേത് എന്നുള്ള വിചാരം. ദ്വേഷം എന്ന് പറഞ്ഞാൽ വിവേചന ബുദ്ധി, അത് എൻ്റേത്, ഇതാ മറ്റവൻ, ഇതാ ജാതിക്കാരൻ, ഇങ്ങനെ നമ്മൾ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ നാട്ടുകാരൻ, അവരുടെ നാട്ടുകാരൻ, എല്ലാം ഒരു നാട്ടുകാർ തന്നെയാണ്. ഒരാൾ ഒരു കുടുംബത്തിൽ ജനിച്ചതോ ഒരു ജാതിയിൽ ജനിച്ചതോ അവൻ്റെ സാമർഥ്യം കൊണ്ടല്ല, അല്ലേ? ഈശ്വരന് മുമ്പിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ആ സമത്വ ഭാവം വരണം, അതാണ് നമുക്ക് വേണ്ടത്. അതാത് ധർമ്മമനുസരിച്ച് അതാത് കുടുംബത്തിൽ ജനിക്കുന്നവൻ ആ കുടുംബത്തിൻ്റെ രീതി അനുസരിച്ച് വളരും. ആ രീതിയിലേക്ക് ഇപ്പോൾ ക്രിസ്ത്യായി ജനിച്ചവനാണെങ്കിൽ അവൻ ബൈബിളിനെ ബേസ് ചെയ്യും. ഒരു മുസ്ലിം ആണെങ്കിൽ ഖുറാനെ നോക്കും. ഹിന്ദു ആണെങ്കിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ഒന്ന് രണ്ടല്ല എടുത്തു പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആരെന്ത് ചെയ്താലും എല്ലാത്തിനുമായി സുപ്രീം പവർ ഒന്നേ ഉള്ളൂ, അതാണ് ബ്രഹ്മം നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റും ഈ വിവേചന ബുദ്ധിയും ഇല്ലാതാക്കുന്നതാണ് മധുകൈടബ വധം എന്നർത്ഥം. അങ്ങനെ മധുകൈടബയുടെ വധം കഴിഞ്ഞു. എല്ലാവരും ദേവന്മാരെല്ലാം സന്തോഷിച്ചിരിക്കെ മഹിഷാസുരൻ്റെ ആവിർഭാവം. ആരാണ് മഹിഷാസുരൻ ചോദിച്ചാൽ, എരുമത്തലയുള്ള ഒരു അസുരൻ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും മഹിഷം എന്ന് പറഞ്ഞാൽ, എരുമ എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അലസത, ലത്താർജി, അതാണ് ശരിക്കുള്ളതിൻ്റെ വാക്ക് ഇംഗ്ലീഷിൽ. അലസത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മടി. എന്തൊരു കാര്യം ചെയ്താൽ നാളെയാട്ടെ എന്ന് മാറ്റി മാറ്റി വയ്ക്കാൻ തോന്നും. ഈ ഒരു സ്വഭാവമാണ് തമോ ഗുണപ്രധാനമായി നമുക്കിരിക്കുന്നത്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അലസത, പശി, വിശപ്പ്, ദാഹം, ഉറക്കം, ഇതെല്ലാം തമോ ഗുണത്തിൻ്റെ പ്രധാനം തന്നെയാണ്. ഈ അലസതയാണ് മനുഷ്യനെ ഏറ്റവും ഉപദ്രവിക്കുന്ന ഒരു കാര്യം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്ത് പോകും. ആ മഹിഷാസുരനെ വധിക്കുന്നതാണ് രണ്ടാമത്തെ അധ്യായം, സൈന്യം മഹിഷാസുരവധം. ഈ മഹിഷാസുരൻ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി. എന്താണ് വരം? ഒരു ബാലികയല്ലാതെ ആരിൽ നിന്ന് ഞാൻ വധിക്കാൻ പാടില്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ദേവനെ, മിക്കവാറും ബ്രഹ്മദേവനായിരിക്കും. ബ്രഹ്മദേവൻ ഇതാണ് ജോലി, എല്ലാവർക്കും വരം കൊടുത്തു കളയും. പക്ഷേ എന്ത് വരം കൊടുത്താലും ഒരു ലൂപ്പ് ഹോൾ വെച്ചേ കൊടുക്കുള്ളൂ. ആ ലൂപ്പ് ഹോളിൽ കൂടി ആ അസുരനെ ഇല്ലാതാക്കും. ഇതാണ് കഥകളെല്ലാം വരുന്നത്. കാരണം ഞാൻ പറഞ്ഞു, അസുരൻ എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള ആളല്ല. മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അലസതയാണ് മഹിഷാസുരൻ. ആ അലസത ഇല്ലാതാക്കാൻ ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഒരു ബാലികയല്ലാതെ ആരിലും വധിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ മഹിഷാസുരൻ വരം കിട്ടിയ അടുത്ത നിമിഷം ഇവൻ അഹങ്കാരിയായി മാറി. ദേവലോകം മുഴുവൻ കൈക്കലടക്കി. എല്ലാ ജോലിയും ഇവൻ മഹിഷാസുരൻ വിചാരിച്ചാലേ സൂര്യൻ ഉദിക്കാവൂ, മഹിഷാസുരൻ വിളിച്ചാലേ സൂര്യൻ അസ്തമിക്കൂ, കാറ്റ് വീശണമെങ്കിൽ മഹിഷാസുരൻ വിചാരിക്കണം. എല്ലാ ദേവന്മാരുടെയും ആ അധികാരം മുഴുവൻ ഇവൻ എടുത്ത്. ദേവന്മാരെല്ലാം അവർക്ക് ഒരു അധികാരവുമില്ലാതെ ഇരിക്കെ എല്ലാവരും മഹാവിഷ്ണുവിനെ ചെന്ന് പ്രാർത്ഥിക്കും, ബ്രഹ്മദേവനെ ചെന്ന് പ്രാർത്ഥിക്കും. ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോടും ശിവനോടും പോയി പറയേ, രണ്ടുപേരും ഇങ്ങനെ എന്തെല്ലാം നടന്നു, മഹിഷാസുരൻ്റെ ഉപദ്രവം മുഴുവൻ അതേപോലെ വർണ്ണിക്കുന്നു. അവസാനം ശിവനും മഹാവിഷ്ണുവും ഇത് കേട്ടപ്പോൾ മഹാവിഷ്ണുവിന് കോപം വന്നു എന്നാണ് ആദ്യം പറയുന്നത്. സാധാരണ ശിവനാണ് പെട്ടെന്ന് കോപിക്കുന്നത്. അങ്ങനെ കോപം വരികയും അവരുടെ മുഖത്തിൽ നിന്നും ഒരു തേജസ് ഉണ്ടാവുകയും ചെയ്തു.
ഒരേ സമയം ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ മുമ്മൂർത്തികളുടെ മുഖത്ത് നിന്ന് ഒരു തേജസ് ഉണ്ടാവുകയും അവിടെ നിന്ന് അത്ര ദേവന്മാരുടെ ദേഹത്തു നിന്ന് ഒരു തേജസ് ഉണ്ടാവുകയും ഇതെല്ലാം കൂടി ഒരു അഗ്നിഗോളം മാതിരി അന്തരീക്ഷത്തിൽ വന്നു. അത് രൂപാന്തരപ്പെട്ട് ഒരു സ്ത്രീ രൂപമായി മാറി. അതാണ് മഹിഷാസുരമർദ്ദിനി. ഈ മഹിഷാസുരമർദ്ദിനി ആദ്യം മഹിഷാസുര സൈന്യത്തെ വധം ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ദുർഗുണങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ആ ദുർഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആക്ടിവിറ്റീസ് ഇല്ലാതാകണം. ഒരു മദ്യപാനിക്ക് മദ്യപാനം നിർത്തണമെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ടിനെ ഇല്ലാതാക്കണം. അവനത് മദ്യപാനം ചെയ്യാനുള്ള സന്ദർഭത്തെ ഇല്ലാതാക്കണം. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ആ സ്വഭാവത്തെ നിർത്താൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ നമുക്ക് മഹിഷാസുര സൈന്യത്തെ വധം ചെയ്യും. അത് കഴിഞ്ഞ് മഹിഷാസുരനെ വധിക്കാനായി തയ്യാറാകുമ്പോൾ അതുവരെ യാതൊരുവിധ ഉപദ്രവമില്ലാതെ തൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്ന മഹിഷാസുരൻ പെട്ടെന്ന് ആ ദേവിയുടെ അലർച്ചയും ഇതും കേൾക്കുമ്പോൾ പേടിച്ച് നോക്കുമ്പോഴാണ് മഹിഷാസുരമർദ്ദിനിയെ കാണുന്നത്. ആ മഹിഷാസുരമർദ്ദിനിയെ കണ്ട് ആദ്യം ഒന്ന് ഭയന്നാലും തൻ്റെ സർവശക്തികളും ഉപയോഗിച്ച് വരം കിട്ടിയ അഹങ്കാരത്തിൻ്റെ പേരിൽ ഈ മഹിഷാസുരൻ ദേവിയുമായി യുദ്ധം ചെയ്യും. നല്ല രീതിയിൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കും. ഒരു വിധത്തിലും മഹിഷാസുരനെ വധിക്കാൻ ദേവിക്ക് സാധിച്ചില്ല. കാരണം എന്താ? അലസത എന്നുള്ളത് അത്ര പെട്ടെന്ന് പോവില്ല എന്നർത്ഥം. നിരന്തര പരിശ്രമം കൊണ്ടും നിരന്തര ഭക്തി കൊണ്ടും ഈശ്വരവിചാരം കൊണ്ടും മാത്രമേ ഈ അലസതയെ നമ്മൾ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മഹിഷാസുരൻ യുദ്ധം ചെയ്യും. ആദ്യം ഒരു കൊലയാനിയുടെ രൂപത്തിൽ വരും, അതിനെയും ദേവി വധിക്കും. പിന്നെ ഒരു കുതിരയുടെ രൂപത്തിൽ വരും. ഇങ്ങനെ പലവിധ രൂപങ്ങൾ മഹിഷാസുരൻ എടുക്കും. അവസാനം യഥാർത്ഥ രൂപത്തിൽ തന്നെ വരുമ്പോൾ തൻ്റെ പാശം കൊണ്ട് മഹിഷാസുരനെ കെട്ടി അവനെ വധിക്കും. ഇതാണ് മഹിഷാസുരവധം എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഈ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അലസതയാണ് മഹിഷാസുരൻ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ ദേവീ മഹാത്മ്യം കേൾക്കുന്നത് കൊണ്ടും വായിക്കുന്നത് കൊണ്ടും ശ്രവിക്കുന്നത് കൊണ്ടും ഉള്ള ഫലം നമുക്ക് സിദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. താത്പര്യം ഈ ദേവീ മഹാത്മ്യത്തിൽ ആദ്യം നമ്മൾ തമോ ഗുണത്തെ ഇല്ലാതാക്കി. ഇതേപോലെ ഇനി രജോ ഗുണം സത്വഗുണം എന്ന രണ്ടെണ്ണം കൂടിയുണ്ട്. അതാണ് ഇനി വരുന്ന രക്തബീജവധം, സുമൻസുമാരുടെ വധം എന്ന് പറയുന്നത്. ഈ ദേവീ മഹാത്മ്യം വിശേഷമായ ഗ്രന്ഥം ഞാൻ പറഞ്ഞു. ഇത് പാരായണം ചെയ്യാൻ രണ്ട് രീതികളുണ്ട്. ഒന്ന് നവാംഗപാഠം, ഒന്ന് ത്രയാംഗപാഠം. നവാംഗപാഠത്തെ നവാക്ഷര ഉപദേശമെല്ലാം വാങ്ങി വളരെ നിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതാണ് നവാംഗപാഠം. പക്ഷേ ത്രയാംഗപാഠമാണെങ്കിൽ വളരെ എളുപ്പത്തിലുള്ളതാണ്. സ്ത്രീകൾക്ക് പോലും എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്ന ഒന്നാണ് ത്രയാംഗപാഠം. കവചം, അർഗളം, കീലകം എന്ന് 3 അംഗങ്ങൾ, അത് കഴിഞ്ഞ് 13 സർഗം പാരായണം. ഇതാണ് ദേവീ മഹാത്മ്യം. എന്താണ് കവചം, എന്താണ് അർഗളം, എന്താണ് കീലകം, എങ്ങനെയാണത് പാരായണം ചെയ്തത് എന്നുള്ള വസ്തുത നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവേ ജനാഹ സുഖിനോ ഭവന്തു.